ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ അപ്പൻ്റെ തൃപ്പാദത്തിൽ അടിയങ്ങൾക്കായിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ബലഹീനരും ഭാവികളും ദോഷികളുമായ ഞങ്ങൾ പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾ കർത്താവെ ഒന്നിച്ച് ഈ ആലയത്തിൽ കർത്താവെ നിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണം വന്നിരിക്കുകയാണ്. എൻ്റെ അപ്പ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ടെന്ന് സമ്മതിക്കുന്നു കർത്താവെ. എങ്കിലും അവിടുത്തെ കൃപയിൽ ഈ നിമിഷം വരെയും പൊതിഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആപത്തപാടങ്ങൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് ഒരു സന്ധ്യയെങ്കിലൂടെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നപ്പ. 2-3 പേര് യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പൊന്നു കർത്താവെ, ഞങ്ങളുടെ മധ്യേ വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നപ്പ സ്തുതിക്കുന്നു കർത്താവെ. ഇനിയും വരാനിരിക്കുന്നവരെയും യാത്രയിലായിരിക്കുന്നവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് തന്ന എല്ലാ കൃപകൾക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നപ്പ സ്തുതിക്കുന്നു. തന്നതല്ലാതെ ഒന്നുമില്ല കർത്താവെ. അടിയങ്ങൾക്ക് അവകാശം പറയുവാനായിട്ട് ഒന്നുമില്ല കർത്താവെ. അവിടുത്തെ ദാനമല്ലാതെ ഒന്നുമില്ല കർത്താവെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുവിനോടുകൂടി സകലം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ സ്തുതിക്കുന്നു. അടിയങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്ന ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും വചനം കേൾക്കുവാനും തക്കവണ്ണം വന്നിരിക്കുകയാണ് കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവോടൊന്ന് ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കുവാനുള്ള കൃപയോടും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഇതിൻ്റെ പരിസരത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയ നിരൂപണങ്ങളെയൊക്കെയും ദൂരത്ത് നിന്ന് അറിയുന്നവനായ കർത്താവെ, അങ്ങയ്ക്ക് മറവായതൊന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ ചിന്താകുലങ്ങളും സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും കർത്താവെ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇറക്കി വെച്ച് ഞങ്ങൾക്ക് സന്തോഷത്തോടെ മടങ്ങി പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല കർത്താവെ. ഞങ്ങൾക്ക് അനേകമായ ഭാരവിഷയങ്ങളുണ്ട് കർത്താവെ, അനാരോഗ്യമുണ്ട് കർത്താവെ, ചിന്താകുലങ്ങളുണ്ട് കർത്താവെ. എല്ലാം അങ്ങ് അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തോടെ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒഴിഞ്ഞവരായിട്ട് വന്ന് നിറഞ്ഞവരായിട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാപികളും ദോഷികളുമായ അടിയങ്ങളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം പറയുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ പലവിധമായ അസ്വസ്ഥതകളുണ്ടെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. വൈദ്യന്മാരിൽ മഹാവൈദ്യൻ അവിടുന്ന് ആകെയാണല്ലോ കർത്താവെ. ഞങ്ങളിരിക്കുന്ന ഓരോരുത്തർക്കും അനേകമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് കർത്താവെ. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരങ്ങൾ നിന്റെ ദാസൻ വചനം പ്രസ്താവിക്കുമ്പോൾ കരം നീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലമാനവും മഹത്വം യേശുവിന്, സകലവും ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്ത്
പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. അലകൾ പടകിലടിച്ചെന്നാൽ അല്ലേലൊരൽപ്പവുമില്ലെനിക്ക്. അലകൾ പടകിലടിച്ചെന്നാൽ അല്ലേലൊരൽപ്പവുമില്ലെനിക്ക്. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. വിശ്വാസജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കിന്നുണ്ടായിടിലും. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കിന്നുണ്ടായിടിലും. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. പിന്നീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയുമന്നു തീരും. പിന്നീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയുമന്നു തീരും. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഹല്ലേലൂയ. എൺപത്തിനാലാമത്തെ എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്തൊരാപത്തിലും
ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരം വീങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ കരം വീങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാനാരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാനാരുമില്ലിതുപോലൊരുവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനെ ഇതരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനെ ഇതരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിക്കും. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിക്കും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. തൊണ്ണൂറ്റിയെട്ടാമത്തെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രക്ഷകന്റെ വേല ചെയ്യുവേ. അന്ത്യകാലം വന്നടുത്തെ ബന്ധക്രിസ്ത്യൻ ജ്വാലയാലേ. അന്ത്യകാലം വന്നടുത്തെ ബന്ധക്രിസ്ത്യൻ ജ്വാലയാൽ ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ
പോയിടാം. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. പൂർത്തിയായി നിൻ പാർത്തലം വെടിഞ്ഞു പോകാം. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന നന്നനന്റെ വന്യപാത ഇന്നും ഒന്നായി വന്നിച്ചിടും. നന്നനന്റെ വന്യപാദമെന്നും ഒന്നായി വന്നിച്ചിടും. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഈ ലോകരാജ്യം അസ്തമിക്കാറാ. മേലോകരാജ്യം വേഗമിത ആഗമിക്കാറാ. ലോകരാജ്യം അസ്തമിക്കാറാ. മേലോകരാജ്യം വേഗമിത ആഗമിക്കാറാ. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. പാവനമായി ജീവിക്കും പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഇനി അല്പകാലം മാത്രമേയുള്ളൂ. നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. ഇനി അല്പകാലം മാത്രമേയുള്ളൂ. നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ. പുത്രത്വത്തിനാത്മാവാലെ ശക്തിയായി തന്റെ തീർക്കാം. പുത്രത്വത്തിനാത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. അന്ത്യകാലം വന്നടുത്തെ ബന്ധക്കൊത്തിൻ ജ്വാലയാൽ. അന്ത്യകാലം വന്നടുത്തെ ബന്ധക്കൊത്തിൻ ജ്വാലയാൽ. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. കർത്താവേ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
74-ാമത്തെ സങ്കീർത്തനം 74. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? നിന്റെ വീഴ്ചപ്പുറത്തെ ആളുകളുടെ നേരെ നിന്റെ കോപം പോകുന്നത് എന്ത്? നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വയ്ക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. അവൻ മറക്കൂട്ടത്തിന്മേൽ കോടാലിയോങ്ങുന്നതുപോലെ തോന്നി. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിനെ തീ വെച്ചു. തിരുനാമത്തിന്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇത് എത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. നിന്റെ കൈ, നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത് എന്ത്? നിന്റെ മടിയിൽ നിന്ന് അതേ എടുത്ത് അവരെ മുടിക്കണമേ. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള സിംഹങ്ങളുടെ തലകളെ ഇടിച്ചു കളഞ്ഞു. നീ ഉറവും ഒഴുക്കവും തുറന്നു വിട്ടു. മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. മക്കളെയൊക്കെ നീ സ്ഥാപിച്ചു. നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു. നിന്റെ ഗൃഹരാവിനെ ദുഷ്ടമൃഗത്തിനെ ഏൽപ്പിക്കരുത്. നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുത്. ലജ്ജിച്ച് ചിന്തിക്കരുത്. എളിയവരും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. നിന്റെ വയലുകളെ ആരും മറക്കരുത്. നിന്റെ എതിരാളുകളുടെ കലഹം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ, എനിക്ക് യോഗ്യമാകുന്നു പാർക്കുന്നു. അച്ചുകുഞ്ചാൻ തിരഞ്ഞെടുത്ത 74-ാം സങ്കീർത്തനം. ഇവിടെ ആസാഫാണ്. ആസാഫിൻ്റെ ഒരു ധ്യാനമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ എഴുതിയിരിക്കുന്നത്. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത്. നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നതെന്ത്? അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ കൂടി വരുന്ന നമ്മുടെ ഈ ആലയത്തെ ശത്രു കണ്ടമാന ശല്യം ചെയ്യുന്നു. യോറേട്ടൻ പറഞ്ഞായിരുന്നു, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന നിർത്തി വല്ല പഴയ നിയമമൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ വിഷയമൊന്നും വരത്തില്ല. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ പറഞ്ഞ എന്നതാണെന്ന് പറഞ്ഞാലും ഞാൻ മരണം വരെയും ക്രിസ്തുവിനെ പ്രസംഗിക്കത്തുള്ളൂ. ഇവിടെ ആസാഫിന് ചില നിരാശയൊക്കെ വരുന്നതായ ഭാഗമുണ്ട്. ദൈവത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ചൊക്കെ ആസാഫ് ഇവിടെ പറയുന്നുണ്ട്. 12-ാം വാക്യം മുതൽ ദൈവം പുരാതനമേ എൻ്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ ദൈവം രക്ഷ പ്രവർത്തിക്കുന്നു. ദൈവമേ, നിന്റെ ശക്തിയും കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു, ലിവ്യാതാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളെ ജനത്തിന് നീ ആഹാരമായി കൊടുത്തു, നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു, മഹാനദികളെ നീ വെറ്റിച്ചു കളഞ്ഞു. ഇങ്ങനെ ദൈവം വലിയ 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 കാര്യങ്ങളൊക്കെ ചെയ്ത ദൈവമാണ്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവെ ഈ നിന്റെ ഇവിടെ
8-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, ശത്രു ദേശത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളും ചുട്ടുകൾ. ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലെ ആടുകളുടെ നേരെയൊക്കെയാണ് ഈ ശത്രു ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ആസാഫ് പറയുകയാണ്. അതുകൊണ്ട് 18-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവേ ശത്രു നിന്ദിച്ചിരിക്കുന്നതും മൂഢജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കണം. അങ്ങനെ ദൈവത്തോട് പറയുമ്പോൾ അവിടെ ആസാഫിന് വെളിപ്പെടുകയാണ് 20-ാം വാക്യത്തിൽ, നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നമുക്കറിയാം, നമ്മൾ പാടാറുമുണ്ട്, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ. അപ്പൊ ഈ അന്ധകാരം, പത്രോസ് പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ച യേശു ക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരും പാട്ടിലൂടെയും പ്രാർത്ഥനയിലൂടെയും സാക്ഷ്യത്തിലൂടെയും എല്ലാം ഒറ്റ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഉണ്ടായിരുന്നതായ ആത്മീയ അന്ധകാരം, ആ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലാണ്. ഞങ്ങളിത് ആ യേശുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരാണ്. നമുക്ക് വേറെ ലക്ഷ്യം ലാക്കും ഒന്നുമില്ല, ഒറ്റ ലക്ഷ്യം മാത്രം, അനേകർ യേശുവിലേക്ക് ആകർഷിക്കണം, ഒറ്റ ആഗ്രഹമാണ്. അതുകൊണ്ട് ആസാഫ് പറയുകയാണ് 22-ാം വാക്യത്തിലേക്ക് 21 പറയുകയാണ്, പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ, എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ. അതായത് ഇങ്ങനെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം ശത്രുവാകുന്ന പിശാച് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അനേകം ആളുകൾ, പീഡിതരായ അനേകം ആളുകൾ പിന്തിരിഞ്ഞു പോകുവാനിടവരും. അതുകൊണ്ട് ആസാഫ് ദൈവത്തോട് പറയുകയാണ്, പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ. 22-ാം വാക്യത്തിലേക്ക് പറയും, ദൈവമേ എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തണം. അപ്പം ആ ഒരു പ്രാർത്ഥനയാണ് നമുക്കും അത് ഇന്ന് കർത്താവിനോട് പറയാം. കർത്താവേ എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തണം. ശത്രു ഈ ആലയത്തെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുതന്നെയുമല്ല, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെ, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവരെയൊക്കെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകറ്റുന്നതായ അനേക കാര്യങ്ങൾ പിശാച് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ പിശാച് തോറ്റ പിശാചാണ്. പിശാചിൻ്റെ തലയെ നമ്മുടെ കർത്താവ് തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാം. കാരണം നമ്മൾ ജയാളിയുടെ പിന്നാലെയാണ് പോകുന്നത്, പിശാചിനെ ജയിച്ചവൻ്റെ പിന്നാലെയാണ് പോകുന്നത്, അല്ല തോറ്റവൻ്റെ പിന്നാലെയല്ല. അതുകൊണ്ട് ജയം യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് ഉറപ്പാണ്. യേശു കർത്താവ് പറഞ്ഞു, പാമ്പുകളെ തേളുകളെ ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ നിങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യുകയില്ല. അതുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവ് വ്യവഹാരം നടത്തുവാൻ എഴുന്നേറ്റ കർത്താവാണ്. അതുകൊണ്ട് കർത്താവ് വ്യവഹാരങ്ങളൊക്കെ നടത്തട്ടെ. നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മൂളിയാൻ്റെ കടന്നു വന്ന് പ്രാർത്ഥിക്കണം. ജിബിച്ചന് കഴിഞ്ഞ ബുധനാഴ്ചയും കൊച്ചുമറ്റത്തെ കൂട്ടായ്മയിൽ വന്നില്ല, നടുവേദനയാൽ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. പൂർണ്ണ വിടുതൽ ജിബിച്ചന് കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. സൂസിയാൻ്റിയുടെയും കാലുവേദന പൂർണ്ണമായി വളരെ കുറവുണ്ടെന്ന് സൂസിയാൻ്റി പറഞ്ഞു. പൂർണ്ണമായും മാറേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. മോളിയാൻ്റിക്ക് തലകർക്കൊക്കെ മാറിയതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, ആശയിൽ പെഞ്ചിടുമേ, അല്ലാതെ യേശുവും നന്മയില്ലേ, അല്ലാതെ യേശുവും നന്മയില്ലേ.
ഒരു സന്ധ്യാസമയം കൂടി നീദാനമായി തന്നു കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ആലയത്തിൽ വന്നു വിടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപകൾക്കായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങളെ കർത്താവെ എത്ര വാത്സല്യമായി സ്നേഹിക്കുന്നു. ആ ദൈവത്തിൽ മാത്രം പ്രത്യാശയോടെ ആയിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു എന്ത് ചെയ്താലും കർത്താവെ അതൊന്നും ദോഷമായി ഭവിക്കയില്ലാന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവൃത്തനായ യേശുവിനെ മാത്രം വിളിച്ചപേക്ഷിച്ച് ജീവിക്കുന്ന അടിയങ്ങൾ ഇന്നോളം കരുതിയെല്ലാം നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒന്നിനും യോഗ്യതയില്ലാത്ത പാവികളും ദോഷങ്ങളായ അടിയങ്ങളെ എൻ്റെ കർത്താവിൻ്റെ വലിയ കരത്തിൽ നിന്നുവരെ സൂക്ഷിച്ചു ആ നല്ല ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ അടിയങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വന്നുകൂടിയ മക്കളെ തിരുസന്നിൽ പരമേൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, കഴിഞ്ഞ ആഴ്ചയിലേക്കും കടന്നു വരുവാൻ സാധിക്കാതെ തലകറക്കത്താൽ ഭാരതം ദൈവമക്കളൊക്കെയും പ്രാർത്ഥിച്ച് ആശ്വാസം തന്നതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, നീ ആ ശത്രുവിനെ കാണുവാൻ ഇടയാക്കരുതേ എന്ന് മനുഷ്യനിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സുശാന്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ മകളുടെ കാലിൻ്റെ വേദനയ്ക്ക് പൂർണ്ണ സൗഖ്യവും നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ രോഗത്താൽ ഭാരപ്പെട്ടു വന്നിരുന്ന മക്കളെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിഭജനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ മകൻ്റെ നടുവേദനയെ മാറ്റി കൊടുക്കണമേ കർത്താവെ. എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് കടന്നു വരുന്ന മകനാണ് കർത്താവെ. ഈ പൂർണ്ണ വിടുതയ്ക്ക് ആശ്വാസവും കൊടുത്തു കർത്താവെ. അടുത്ത ഞായറാഴ്ച കടന്നു വരുവാതൊക്കെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വന്നുകൂടിയ മക്കളുടെ ആരുടെയും കുറവ് അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മക്കളെയും പേരുപേരായ അപ്പോഴത്തെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവമേ, എൻ്റെ ദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവെ. മോൻസിനെ കുടുംബമായി ദിവസങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരിക പ്രയാസങ്ങളും ഒക്കെയും മാറ്റിക്കൊടുത്ത് കർത്താവെ ബലത്തോടെ നടത്തണമേ, കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് പരമേ അവരൊക്കെ ആയിരിക്കും സ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ കാവലും ദൂതഗണങ്ങളും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയങ്ങളുടെ പ്രാർത്ഥന യാചന സ്വർഗത്തിലെത്തി അടികൾക്ക് ഉത്തരം തന്നിരിക്കാൻ സ്തോത്രം കർത്താവെ. ആ ദൈവത്തിലാണ് അടികളുടെ പ്രത്യാശ. എൻ്റെ അപ്പനെ വിളിച്ചപേക്ഷിക്കുന്നതിന് ഒരു നാളും കൈവിടാതെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാട്ടെ ദൈവമേ. വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കുന്നു. അല്ലിച്ച് സ്വർഗപിതാവിൻ്റെ അനുഗ്രഹത്തിന് നിങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണിനെ കണ്ണുനീന്നും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് മുതലെന്നേക്കും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാവുന്ന വാദത്തിൽ ചെയ്തേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിയങ്ങളെ യോഗ്യരാക്കണമേ. ആ പൊന്മുഖത്തേക്ക് നോക്കിയവരാരും രചിച്ചു പോയിട്ടില്ല. ഏളിവരുടെ നിലവിളി അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് സകലത്തിൽ ഉത്തരം തന്ന നല്ല ദൈവമേ. ദൈവത്തോടു കൂടി ആയിരിക്കാൻ പോകുന്ന സ്വർഗപിതാവ് അടിയങ്ങളെ സഹായിക്കണമേ. എല്ലാ മക്കളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. നിങ്ങൾ അല്പസമയം ആ പാതമെടുത്ത് ഇരിക്കട്ടെ നാഥാ. ഈ അടികളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും കുറവ് അനുഗ്രഹത്തിന് തടസ്സമാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശുപ്പത്തിൻ്റെ ഒരു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരം മാറാകണമേ. ഇത്രത്തോളം ജയം നൽകുന്ന യേശുവിനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആരാധിക്കാം. പാട്ടുപുസ്തകത്തിലെ 72-ാമത്തെ പാട്ട്. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. പൂക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പൂക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്നും സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാൻ
സാധ്യമോ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ എന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലേ അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ എന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലേ അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ അന്നു തന്റെ ശുദ്ധകത്തു പാടിയാക്കുമേ അന്നു തന്റെ ശുദ്ധകത്തു പാടിയാക്കുമേ എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ നല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമനെ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ നല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമനെ തുല്യമില്ല മോദത്തോടെ വീണകളെങ്കിൽ തുല്യമില്ല മോദത്തോടെ വീണകളെങ്കിൽ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ എന്നു തീരുമെന്റെ കഷ്ടം ഇന്നി മണ്ണിലേ അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ എന്നു തീരുമെന്റെ കഷ്ടം ഇന്നി മണ്ണിലേ അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ അന്ന് തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുമേ അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുമേ എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം പോക്കി എന്റെ പാപമെല്ലാം തന്റെ ആകത്താ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ പോക്കി എന്റെ ശാപമെല്ലാം തന്റെ ആകത്താ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ പാർക്കുന്നേതൻ കൂടെ വാഴാൻ ഇന്നും സാധ്യമോ പാർക്കുന്നേതൻ കൂടെ വാഴാൻ ഇന്നും സാധ്യമോ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മളെ നടത്തിയ യേശു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
വാക്തത്വങ്ങളിൽ വാക്കുമാറാത്ത നല്ല വിശ്വസ്തനായ ദൈവമേ, ഈ കൂട്ടായ്മയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. കൂട്ടായ്മയിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവത്താൽ അനുഗ്രഹിക്കണമേ കർത്താവ്. കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ക്രിസ്തു ആകുന്ന വചനം കർത്താവ്, അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ മോൻഷ്യൻ കർത്താവെ പ്രസ്താവിക്കുമ്പോൾ കർത്താവെ അതൊക്കെയും ഞങ്ങൾക്ക് ആത്മീയമായി രൂപാന്തരമുണ്ടായി ക്രിസ്തുവിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടുന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ കർത്താവ്. പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവ്. ഞങ്ങളുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും കർത്താവ് ഓർക്കാതെ കർത്താവ് ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവ്. വചനം കേൾക്കുമ്പോൾ കർത്താവ് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവ്. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഞങ്ങൾക്ക് നന്ദി കരയേറ്റുവാൻ വേണ്ടി കർത്താവ് എല്ലായ്പ്പോഴും ഇടയാകണമേ കർത്താവ്. ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് വചനം കേൾക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ച് കർത്താവ് ഇത്രത്തോളം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. മോച്ചിനെയും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കർത്താവ്, ക്രിസ്തുവിൻ്റെ ആ വചനം സുവിശേഷം ഞങ്ങൾക്ക് പറഞ്ഞ് അത് ക്രിസ്തുവിൽ കർത്താവെ ഞങ്ങൾ പറഞ്ഞു തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൻ്റെ നിറവിൽ നിന്നുകൊണ്ട്, ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആ വചനം കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആ മഹത്വപൂർണ്ണത കാണുവാനിടയാക്കണമേ കർത്താവ്. ഓരോ വചനം കേൾക്കുമ്പോഴും കർത്താവെ അത് ഞങ്ങളെ ചതിക്കാതെ പ്രാവർത്തികമായി ജീവിതത്തിൽ ഞങ്ങൾക്കത് പ്രാവർത്തികമായി തീരണമേ കർത്താവെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പ്രാർത്ഥനയാലും യാചനയാലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ ഞങ്ങൾ ഒരിക്കലും ലജ്ജിതരാകുവാൻ കർത്താവെ ഇടയാക്കരുത് കർത്താവെ. ഓരോ വചനവും കർത്താവെ ഞങ്ങൾക്കത് രൂപാന്തരമായി കർത്താവെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾക്ക് ഓരോ ആഴ്ചയിലും കേൾക്കുവാൻ കർത്താവെ അവിടുന്ന് പരിപൂർണ്ണ സൗഖ്യം ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് മുൻ സ്വന്തം വിശുദ്ധന്മാരാൽ അലങ്കൃത